ഔലിയാക്കന്മാർ പല കോലത്തിലും ഉണ്ടാവും. വെറ്റിലെന്ന് മുറുക്കി നടക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, കള്ളിത്തുണി ഉടുക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, തലയെ കിട്ടുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, താടി വടിക്കുന്ന ഔലിയാക്കന്മാരും ഉണ്ടാകാം, ടിപ് ടോപ്പിൽ ഫാന്റ് കുപ്പായം ഇടുന്ന ഔലിയാക്കന്മാർ ധാരാളം ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ ഉണ്ടാകാം, ടിപ് ടോപ്പ് ടിപ് ടോപ്പ് അങ്ങനെയും ഉണ്ടാകാം. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ട് ലോകത്ത്. ഓരോ പകലിലും രാത്രിയിലും 3, 4, 5 കുപ്പായം മാറ്റുന്ന ഔലിയാക്കന്മാരുണ്ട്. ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഔലിയാക്കന്മാരുമുണ്ട്. നടന്ന് യാത്ര ചെയ്യുന്ന ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ നടക്കുന്ന വലി, പറക്കുന്ന വലിയേക്കാൾ മഹാനാണെന്ന് പറഞ്ഞുകൂടാ. ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. ചിലർ പറക്കും, ചിലർ നടക്കും. നടന്നതുകൊണ്ട് മഹാനാവോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പറഞ്ഞതുകൊണ്ട് മഹാനാകോ മോശാകോ? അതും ഇല്ല. അങ്ങനെയൊന്നുമില്ല. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ അവനാണ് നല്ലവൻ, അവനാണ് യോഗ്യൻ, അവനാണ് വലിയവൻ എന്നവന്റെ ധാരണയാണ്. ഈ ധാരണ ആണ് ഇന്ന് ഏകദേശം മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണവുമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അരിമ്പറ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരാളുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മദ്ഹ് ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം എന്ന് പറഞ്ഞ ഇയാൾ സ്വന്തം നഫ്സിന്റെ ഖദൂറാത്തുൽ ഇൻസിയ, തൻ്റെ ദോഷങ്ങളെയും മോശത്തരങ്ങളെയും കണ്ടെത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പരിതപിച്ച് വേദനിച്ച ഒരാളാണ്. അതന്നെയാണ് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ, അതന്നെയാണ് അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ. അവരൊക്കെ ബക്കായിങ്ങളാണ്. ബക്കായിങ്ങൾ എന്ന് പറഞ്ഞാൽ കരയുക, എപ്പോഴും കരയുക. ആദ്യത്തെ കരച്ചിലുകാരൻ സയ്യിദുനാ ആദമാണ്. ഉറക്കപ്പറ സയ്യിദുനാ ആദം. കരയാത്തോൻ ഒരിക്കലും നന്നാകൂല. കരയാത്തോൻ നന്നാവുകയില്ല. കരയിൽ 2 ജാതിയാണ്. ദുനിയാവിൻ്റെ കച്ചവട ഏർപ്പാടുകളിൽ ലാഭം ഇതൊക്കെ കുറയുമ്പോൾ കരയും. മകളെ കെട്ടിച്ച് നല്ല റായത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവളെ മരുമോനോടെ കൊണ്ടുവന്നാക്കി, അപ്പോൾ കരയും. കച്ചവടം പൊളിഞ്ഞാൽ കരയും. സ്ഥാനമാനം നഷ്ടപ്പെട്ട കരയും. കരിപ്പൂര് എയർപോർട്ടിൽ വെച്ച് മകൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് വീട് കൂടിയാൽ കരയും. ഇതൊക്കെ ഒരു സൈസ് കരിച്ചിലാണ്. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടാനിയ അല്ല, മറ്റേ ബിസ്ക്കറ്റ്. അതൊക്കെയാണ് ഇന്നിപ്പോൾ കരയലിൻ്റെ ഒരു മാനദണ്ഡം. നമ്മളൊക്കെ മോങ്ങും മുറയൂരൊക്കെ ആകുമ്പോൾ ഇവിടെ അടുത്ത നാടാണല്ലോ കരിപ്പൂര് എന്നതുകൊണ്ടാണ് ഞാൻ കരിപ്പൂരിനെയും കൂടി ഉദാഹരണമായി കൂട്ടി പറഞ്ഞത്. അതൊക്കെ കരയലിൻ്റെ മാനദണ്ഡങ്ങൾ. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ കാര്യം ചിന്തിക്കും. ഈ കരച്ചില് ഇബ്ലീസിന്റെ കരയില് ഇബ്ലീസിന്റെയും സിഫത്താണ്. ഇബ്ലീസും കരയും. നാം സ്വർഗത്തിൽ കിടക്കുമോ? ഇല്ല. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ബക്കാ അലിഹ ഇബ്ലീസ്, ബക്കാ അലിഹ ഇബ്ലീസ്. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ സ്വർഗത്തിൽ കിടക്കുമോ? സ്വർഗത്തിൽ കിടക്കൂലല്ലോ. ഇബ്ലീസ് കരഞ്ഞിട്ടില്ലേ? കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മളെ ദോഷത്തെ കണ്ടെത്തന്നെ വേണം. അത് കണ്ടെത്താതെ ഒരു ആളും വലിയാവൂല. അതൊക്കെ വെറുതെ വർത്തമാനം പറയാണ് വലിയാകും. ആദ്യത്തെ നബിയാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. എന്തേന്ന് പണി? കരയ. എന്തേന്ന് പണി? കരയന്നെ. പിന്നെന്തേന്ന് പണി? പിന്നെയും കരയ. ആദ്യമായ ഹജ്ജ് ചെയ്ത ആൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. എന്തായിരുന്നു ഹജ്ജ്? കാന ഹജ്ജു ആദമ കരച്ചിലും ഇസ്തിഗ്ഫാറും. അതാണ് ആദമിന്റെ ഹജ്ജ് അലൈഹിസ്സലാം. സയ്യിദുനാ ആദം ചിന്തിക്കുക. من المحارم والزمحمية الندم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
നിങ്ങൾ കണ്ണുനീരിനെ ചെരിക്കണം. കണ്ണുനീരിനെ ഞങ്ങൾ ചെരിക്കണം. കണ്ണുനീര് ചെരിക്കാതെ ഒരാൾ നന്നാവൂല. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഈ വരിക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു കിതാബുണ്ട്, അൽ ഉംദത്തു ഫി ശറഹിൽ ബുർദ എന്നൊരു കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. അവിടെ ഈ വരിക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ കൊടുക്കുന്ന അർത്ഥം നിന്റെ ബാപ്പയെ പോലെ ആകാൻ നോക്കുക. ബാപ്പ സയ്യിദ്നാ ആദം അലൈഹിസ്സലാം. എന്തെന്നും ബാപ്പയുടെ പണി കരയലെന്നെ. കരയും, എപ്പോഴും കരയും. ബാപ്പ സയ്യിദ്നാ ആദം ബാപ്പ കരയുന്ന ആളായിരുന്നു, എപ്പോഴും കരയുമായിരുന്നു, എപ്പോഴും കരയും. എപ്പോഴും കരയുന്ന ആളായിരുന്നു സയ്യിദ്നാ ആദം. എന്തിനാണ് കരഞ്ഞത്? സ്വർഗം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സയ്യിദ്നാ ആദം. അല്ലാഹുവിന്റെ സാമീപ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരയും സയ്യിദ്നാ ആദം. സ്വർഗം എന്നതിനേക്കാൾ ഇൻദിയത്തു റബ്ബിഹി, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ. ഇൻദിയത്തു റബ്ബിഹി, റബ്ബിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേക ഹറത്തിലാണ് സ്വർഗത്തിൽ ഒരാൾ താമസിക്കുക എന്നതാണ് സന്തോഷം. അത് നഷ്ടപ്പെട്ടു സയ്യിദ്നാ ആദം. ഇതിൽ കരഞ്ഞു. എത്രയാ കരഞ്ഞത്? നിർത്താതെ കരഞ്ഞത് 300 കൊല്ലം. നിർത്താതെ കരഞ്ഞത് 300 കൊല്ലം സയ്യിദ്നാ ആദം. എന്ത് പറഞ്ഞാ കരഞ്ഞത്? അറാഫിലുണ്ട്, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞാണ് കരഞ്ഞത് 300 കൊല്ലം സയ്യിദ്നാ ആദം അലൈഹിസ്സലാം. പ്രശ്നം മാപ്പാക്കണം. നഷ്ടപ്പെട്ടല്ലോ, പോയല്ലോ, തകർന്നല്ലോ, മോശക്കാരനായല്ലോ, മോശക്കാരനല്ലല്ലോ, മഅസൂമല്ലേ സയ്യിദ്നാ ആദം. അതാരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെങ്കിലും പറയണ്ടേ? നമ്മൾ സുന്നികളല്ലേ? അമ്പിയാക്കന്മാർ മഅസൂമികളാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ സുന്നികൾ? നമ്മൾ സുന്നികളല്ലേ? അതല്ലേ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം. ലോകത്തെ കോടാനകോടി ഇമാമികൾ നമ്മളെ പഠിപ്പിച്ചത് അമ്പിയാക്കൾ മഅസൂമികളാണെന്നാണല്ലോ. കഴിഞ്ഞ തലമുറയിലെ കോടാനകോടി മുഅ്മിനീങ്ങളുടെ വിശ്വാസം അമ്പിയാക്കൾ മഅസൂമികളാണ് എന്നാണല്ലോ. പിന്നെ നബി പറയുന്നത് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തകർന്നല്ലോ, നശിച്ചല്ലോ, പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ, ഞാൻ മോശമായി പോയല്ലോ സയ്യിദ്നാ ആദം. മോശായോ? അങ്ങനെ മോശാവോ? നബി മോശാകൽ ഉണ്ടാവോ? മുഹാലല്ലേ, നടക്കാത്ത കാര്യമല്ലേ നബി മോശാവോ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? പറയാൻ വളരെ ചിന്തിക്കണം, തലക്ക് കൊടുത്തിട്ട് ആലോചിക്കണം എന്താണ് ഈ പറയുന്നത്. നബി മോശാവോ? മനുഷ്യന്മാരെ നബി എങ്ങനെ മോശാവോ? നബി മോശമായ പിന്നെ ദീനുണ്ട്. നബി മോശമാവുക എന്നത് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെയല്ലേ? ഇപ്പോൾ സൂര്യൻ ഉദിക്കൽ നടക്കൂല, നബി മോശാകൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. നബി മോശമായ പിന്നെ ദീനുണ്ട്. പിന്നെന്താ നബി പറഞ്ഞത്? നബി ആദം അലൈഹിസ്സലാം റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് നബുവത്തിന്റെ അടിത്തറയാണത്. നബുവത്തിന്റെ അടിത്തറ എന്താണ്? സ്വയം ചെറുതായി നിൽക്കാൻ തയ്യാറാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഓലെന്നെയാണ് വലിയവര്. ആരൊക്കെ ചെറുതായോ ഒരു വലിയവരാണ്, ആരൊക്കെ വലുതായോ അവരൊക്കെ ചെറിയവരാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതെപ്പോഴത്തെ ഒരു അളവ് ചെറിയ വ്യത്യാസം വരുമ്പോഴത്തേനും അവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തും അല്ലാഹു. ഒരിക്കൽ വഅദ് പറഞ്ഞിറങ്ങിയ സയ്യിദ്നാ മൂസ വല്ലാത്ത വഅദാണ് പറഞ്ഞത്. ആ വഅദ് കേട്ട് ഇസ്രായേലി ജനം അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത വഅദ് പറഞ്ഞു സയ്യിദ്നാ മൂസ. അപ്പോൾ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആരോ ചോദിച്ചു, മനാലമുൽ ഖൗം, ഇന്നത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാണ്? മൂസ നബി. ഫസബഖ ലിസാനുഹു ഫഖാല അന പറഞ്ഞു. ഫസബഖ ലിസാനുഹു സബഖുൽ ലിസാൻ. ഇന്നത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാണ് മൂസ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനാണ് പറഞ്ഞു സയ്യിദ്നാ മൂസ. 100 വട്ടം ആ വാക്ക് ശരിയാണ്. 100 വട്ടം ആ വാക്ക് ശരിയാണ്. എന്തുകൊണ്ട്?
മൂസാ നബിന്റെ കാലത്ത് അതിനേക്കാൾ മഹാനുണ്ടോ ലോകത്ത്? സാരിസുൽ ബശരി ശറഫൻ വഫള, ഭൂമി കണ്ട മൂന്നാമത്തെ മഹാനാണ് സയ്യിദുനാ മൂസ. ആ കാലത്ത് മൂസാ നബിന്റെ സ്ഥാനത്തുള്ള ഒരാളില്ല. മൂസാ നബിയേക്കാളും വലിയ മഹാന് പിന്നാരാ? സയ്യിദുനാ ഇബ്രാഹിം. അതിൻ്റെയും 600 കൊല്ലം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ മുത്ത് റസൂലുള്ളാഹ്. അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി ജനിക്കുന്നത്. മൂസാ നബി വഫാത്തായിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി ജനിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2000 ചില്ലാനം BC 14-ാം നൂറ്റാണ്ടിലാണ് സയ്യിദുനാ മൂസ. AD 7-ാം നൂറ്റാണ്ടിലാണ്, 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു, 7-ാം നൂറ്റാണ്ടിലാണ് നബുവത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏകദേശം 2000-ലേറെ കൊല്ലം മുമ്പാണ് മൂസാ നബിയും ഹബീബ നബിയും 2000-ലേറെ കൊല്ലം വ്യത്യാസമുണ്ട്. അപ്പൊ മൂസാ നബിയെ പറഞ്ഞതിന് കറക്റ്റ് തന്നെയാണല്ല പറഞ്ഞത്. കാരണം ലോകത്തെ മർത്തബാന്നാണ്. ഒന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ, 2 സയ്യിദുനാ ഇബ്രാഹിം, 3 സയ്യിദുനാ മൂസ. 136 വട്ടാണ് ഖുർആൻ ആ മഹാന്റെ പേര് പറഞ്ഞത്. 136 വട്ടം ഖുർആൻ ആ മഹാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് നബിയുല്ലാഹി മൂസ. എന്താ അത്ഭുതമാണത്! ഒരു സൂറത്ത് തന്നെ പല വട്ടം. ആകെ സൂറത്ത് 114 ഉള്ളൂ. പക്ഷെ മൂസാ നബിന്റെ പേര് മൂസ 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 എന്ന് 136 വട്ടം ഖുർആനിൽ. അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. മഹത്വം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മഹത്വം പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഏറ്റവും വലിയ വ്യവസ്ഥനാണ് അനാണ് പറഞ്ഞു പോയി സബക്കദിസാനവും അവൻ വന്നുപോയി. അപ്പോൾ അല്ലാഹു അറിയിച്ചു മൂസാ നബിയെ, നിങ്ങൾ പോയിട്ട് മജ്മഉൽ ബഹ്റൈൻ എന്ന സ്ഥലത്ത് എൻ്റെ ഒരു ആബിദ് ഉണ്ട്, ആ ആബിദിൽ നിന്ന് പഠിക്കുക, റുഷ്ദ് വിവേകം പഠിക്കുക, പോയിക്കോളി. പിന്നെ മൂസാ നബി പോരുകയാണ്. പെങ്ങളുടെ മകനാണ് യൂഷായിനെയും കൂട്ടി പോരുകയാണ് സയ്യിദുനാ മൂസ. എത്രയാണ് നടക്കേണ്ടതെന്ന് അറിയില്ല. ഈ മജ്മഉൽ ബഹ്റൈൻ എവിടെയാണെന്ന കാര്യത്തിൽ ഇന്നും പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഒരഭിപ്രായം ചെങ്കടലിന്റെ 2 ഉൾക്കടൽ പിരിവുകളായ സൂയസ് ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലിന്റെയും തുടക്കമായ റാസ് മുഹമ്മദ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആ സ്ഥലത്താണ് മജ്മഉൽ ബഹ്റൈൻ എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനൊരു അഭിപ്രായമുണ്ട്. എന്താണെങ്കിലും 60,000 കിലോമീറ്റർ സിനായി മരുഭൂമി മുറിച്ചടക്കും. 60,000 ചതുരശ്ര കിലോമീറ്ററാണ് സിനായി മരുഭൂമിയുടെ വിസ്തീർണം. 60,000 ചതുരശ്ര കിലോമീറ്ററുകളുള്ള സിനായി മരുഭൂമി മുറിച്ചു കടക്കണം റാസ് മുഹമ്മദിലേക്ക്. ഒന്നിരിക്കൽ റാസ് മുഹമ്മദാണ്. ഏത്? ചെങ്കടലിന്റെ 2 ഉൾക്കടലുകളായ സൂയസ് ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലിന്റെയും 2 കൂടി തുടങ്ങുന്ന ഏരിയയാണ് ഈ പറയുന്ന റാസ് മുഹമ്മദ് എന്ന സ്ഥലം. അവിടെയായിരിക്കാം ഈ മജ്മഉൽ ബഹ്റൈൻ എന്നൊരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അത് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും സംഗമസ്ഥലമായ ത്വഞ്ചയിലായിരിക്കുമെന്നാണ്. ത്വഞ്ചയാകുമ്പോൾ മൊറോക്കോയിലാണ്. മൊറോക്കോയുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ത്വഞ്ച. അപ്പോഴത്തിന് സീനായും കടന്നാൽ പോലെ സഹാറയും കടക്കണം. അപ്പോഴത്തിന് കിലോമീറ്റർ എത്ര പോണം ചിന്തിക്കും. ഇങ്ങനെയും അഭിപ്രായം, ഈ 2 അഭിപ്രായവും കാണാം. അവിടുന്ന് യൂറോപ്പിലേക്ക് കടലിടുക്കട കയറിയാൽ മതി, നേരെ ജിബ്രാൾട്ടറിൽ എത്തും. ത്വഞ്ചയിൽ നിന്ന് അങ്ങോട്ട് ജിബ്രാൾട്ടർ കയറാൻ ഏകദേശം കടലിടുക്കിൽ 16 കിലോമീറ്റർ സ്പീഡ് ബോട്ടിൽ പോയാൽ മതി യൂറോപ്പിലേക്ക് കയറാം, സ്പെയിനിലേക്ക്, ജിബ്രാൾട്ടറിലേക്ക്. അത്രയും അടുത്താണ് യൂറോപ്പുമായി ഈ ത്വഞ്ച എന്ന പ്രദേശം. ഇത് പറയുന്നത് എവിടുന്നാണ്? ഏഷ്യയിൽ വെച്ചാ പറയുന്നത്. അപ്പോൾ പിന്നെ ആഫ്രിക്കയും കടന്നിട്ട് ആഫ്രിക്കയുടെ അവസാന മുനമ്പായ മൊറോക്കോയിലൂടെ അവസാനത്തെത്തണം. അങ്ങനെയുമുണ്ട്. എന്താണെങ്കിലും ഒരു അന മനാലമുള്ള ഖൗം ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാന്ന് വെച്ചപ്പോൾ അന എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. ചിന്തിക്കുക. അതിന്റെ പേരിൽ പിന്നെ യാത്ര ചെയ്യേണ്ടി വന്നു സയ്യിദുനാ മൂസ. പറഞ്ഞിടത്തൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവിടെ മൂസാ നബി പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ആ ആളെ കാണണം. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين مجمع البحرين എത്തുന്നത് വരെ പോകണം. أو أمضي حقبا
അല്ലെങ്കിൽ യുഗയുഗങ്ങൾ നടന്ന് തീർത്താലും വേണ്ടില്ല, ഞാൻ ആളെ കാണാതെ ഇങ്ങോട്ട് വരൂലാണ് സയ്യിദുനാ മൂസ. ഹുഖബ് എന്ന് പറഞ്ഞ യുഗങ്ങൾ എന്നാണ്. എനിക്ക് യുഗങ്ങൾ ആയുസ്സല്ല തന്നാൽ ആ യുഗങ്ങൾ ഞാൻ നടന്ന് തീർത്താലും. ഹുഖബിൽ നിന്നാണ് യുഗയുഗങ്ങൾ അവിടെ പാർക്കേണ്ടി ഒരു നരകത്തില്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന്റെ മറ്റൊരു ശൈലിയാണ് ഹുഖബ എന്ന് പറഞ്ഞത്. മനസ്സിലാവണില്ലേ? പറഞ്ഞു യുഗയുഗങ്ങൾ നടന്ന് തീർത്താലും ഞാൻ ആളെ കണ്ടെത്താതെ ഇവിടെ വരികയില്ല സയ്യിദുനാ മൂസ. എന്തിപ്പോ പറഞ്ഞത്? ഞാൻ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. സയ്യിദുനാ മൂസ ആരാണ് ഇയാള്? സാരിസുൽ ബശർ ശറഫൻ വഫളൻ മൻ ഹത്ത ഖദമഹു അല തുറാബി സാലിസൻ ശറഫൻ വറുതുബതൻ സയ്യിദുനാ മൂസ. വർക്കർ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാലേ അത്രയും വലിയ ആളാ സയ്യിദുനാ മൂസ. അത്രയും വലിയ ആളാ സയ്യിദുനാ മൂസ. പറഞ്ഞാളി അത് വലിയ ആളാണ്. വലിയ ആള് എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്. അവരെ ഉമ്മാക്ക് പോലും വഹയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വഔഹൈനാ ഇലാ ഉമ്മി മൂസ വഔഹൈനാ ഇലാ ഉമ്മി മൂസ. യാറഹ ബീവിയാണ് മൂസാ നബിന്റെ ഉമ്മ. അവർക്ക് പോലും വഹയ കൊടുത്തു എന്ന് പറയുമ്പോൾ ആരാണ് മൂസ? എന്താണ് നിങ്ങൾ വിചാരിച്ചത്? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ആണ് നിങ്ങൾ വിചാരിച്ചത്. അല്ലാഹു നേരിട്ട് നബുവത്ത് കൊടുത്ത ആളാണ് സയ്യിദുനാ മൂസ. നേരിട്ട് അല്ലാഹു നബുവത്ത് കൊടുത്തു. هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. هل أتاك حديث موسى إذ ناداه ربه سورة النازعات നിന്നാണ് ഞാൻ ഈ ഓതിയത്. ഖസസ് മൊത്തം മൂസാ നബിയുടെ കഥയാണ് അലൈഹിസ്സലാം. ചിന്തിക്ക് ത്വാഹ മൊത്തം മൂസാ നബിയുടെ കഥയാണ്. അംബിയാ ഏകദേശം മൂസാ നബിയുടെ കഥയാണ്. അറാഫ് മൊത്തം മൂസാ നബിയുടെ കഥയാണ്. ചിന്തിക്ക് ഹൂദ് ഏകദേശം മൂസാ നബിയുടെ കഥയാണ്. ഓക്കെ അൽ കഹ്ഫ് മൂസാ നബിയുടെ കഥയാണ്. സയ്യിദുനാ മൂസ ഒക്കെ പറ സയ്യിദുനാ മൂസ. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. അന എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ നബിയല്ലേ? നബിയാണ്. മഅസൂമല്ലേ? മഅസൂമാണ്. അന എന്ന് പറഞ്ഞത് കൊണ്ട് ദോഷിയാകുമോ സയ്യിദുനാ മൂസ? ഒരിക്കലും ദോഷിയാവില്ല സയ്യിദുനാ മൂസ. പക്ഷേ ഒരു അനക്ക് വേണ്ടി ഉണ്ടായിരുന്നതാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാല് ഔലിയാക്കന്മാർ പല കോലത്തിലും ഉണ്ടാവും. വെറ്റിലെന്ന് മുറുക്കി നടക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, കള്ളിത്തുണി എടുക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, തലയെ കിട്ടുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, താടി വടിക്കുന്ന ഔലിയാക്കന്മാരും ഉണ്ടാകാം, ടിപ് ടോപ്പിൽ ഫാൻറ്റും കുപ്പായം ഇടുന്ന ഔലിയാക്കന്മാർ ധാരാളം ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ ഉണ്ടാകാം. ടിപ് ടോപ്പ് അങ്ങനെയുണ്ടാകും. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ട് ലോകത്ത്. ഓരോ പകലിലും രാത്രിയിലും 3ഉം 4ഉം 5ഉം കുപ്പായം മാറ്റുന്ന ഔലിയാക്കന്മാരുണ്ട്. ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഔലിയാക്കന്മാരുമുണ്ട്. നടന്ന് യാത്ര ചെയ്യുന്ന ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ നടക്കുന്ന വലി പറക്കുന്ന വലിയേക്കാൾ മഹാനാണെന്ന് പറഞ്ഞുകൂടാ. ഓരോരുത്തര കാര്യങ്ങളാണ്. ചിലർ പറക്കും, ചിലർ നടക്കും. നടന്നതുകൊണ്ട് മഹാനാവോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പറഞ്ഞതുകൊണ്ട് മഹാനാവോ മോശാവോ? അതും ഇല്ല. അങ്ങനെയൊന്നുമില്ല. ലോകം കണ്ട നബിയുല്ലാഹി സയ്യിദുനാ സുലൈമാൻ പറഞ്ഞോനാണ്. സയ്യിദുനാ സുലൈമാൻ പറഞ്ഞോനാണ്. സയ്യിദുനാ സുലൈമാൻ. എന്നിട്ട് വല്ല മോശമുണ്ടോ? ഒരു മോശമില്ല. ഔലിയാക്കന്മാരെ പറ്റി ഇന്ന് പറയുന്ന പല വയലുകളും കുരുടൻ ആനയെ കണ്ടതുപോലത്തെ വയലുകളാണ്. ഒക്കെ കുരുടനും ആനയും തമ്മിലുള്ള വയലാണ് പല വയലുകളും. ഔലിയാക്കന്മാർ വെറ്റിന്നിരുന്നു, ഔലിയാക്കന്മാർ കള്ളെത്തുന്നെടുത്തിരുന്നു, ഔലിയാക്കന്മാർ താടി വടിച്ചിരുന്നില്ല,
ഔലിയാക്കന്മാർ ബാർബർ ഷാപ്പൊക്കെ അറിയുന്നില്ല. ഇതൊക്കെ ഒരു വർത്താനോ മനുഷ്യന്മാർ അതൊക്കെ എന്ത് വർത്താനം? നല്ല നല്ല ഉഷാറുള്ള ഫാൻറ് ഇട്ടായാൽ വലിയാകാതിരിക്കും. ചിന്തിക്കും. അമേരിക്കയിൽ ഒരു മൂമിനായ മനുഷ്യൻ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമ്പോൾ മലയാളത്തിൽ ഒന്നാണ്ട് പറയോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, കടക്ക് ഇംഗ്ലീഷിലല്ലേ പറയാ. എന്തേ അമേരിക്കയിലെ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടൂല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ മഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട, പോയിക്കോളി. അത് കുരുത്തക്കേടുള്ള ഇൽമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തേ അമേരിക്കയിലുള്ള മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണണ്ടേ? സ്വപ്നത്തിൽ റസൂലുള്ളാഹി സംസാരിക്കുക ഇംഗ്ലീഷിലല്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ മലപ്പുറത്തേക്ക് ഇറക്കിയ നബിയാണോ? വമാ അർസൽനാക ഇല്ലാ, ഒന്ന് ഓതിക്കളി മനുഷ്യന്മാര്, ഒന്ന് ഓതി മനുഷ്യന്മാര്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വളരെ ചിന്തിക്കണം. സ്പെയിനിൽ മുത്ത് റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നൂടെ? സ്പാനിഷിലല്ലേ സംസാരിക്കുക? പാരീസിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ അവർക്ക് പുണ്യാടൂലേ? ഇല്ലേ? ഉണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ബോംബെയിലാണ്. ആ ബോംബെ പോലെ തോന്നിയാസം നടക്കണം ഒരു നാടും. ഒരു കാലത്ത് ഔലിയാക്കന്മാരുടെ മക്കബറ മൊത്തം ബോംബെയിലാണ്. ഷംസുലൈമ വരെ ബോംബെക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകൽ പതിവുണ്ടായിരുന്നു. അത് അബോധിച്ചിരിക്കുന്നത് ശരിയല്ലേ? എത്രയോ സംഭവങ്ങളുണ്ട്. അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ എനിക്കറിയും. എനിക്ക് അതിൻ്റെ സംഭവം അറിയാം. അതിനൊക്കെ ദൃക്സാക്ഷി വിവരണങ്ങൾ പോലും നമ്മുടെ കയ്യിലുണ്ട്, ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രമാണല്ലോ വായിക്കേണ്ടത്, ചരിത്രത്തിലുണ്ട്. അറിഞ്ഞാലും വേണ്ടില്ല, അറിഞ്ഞാലും വേണ്ടില്ല, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ടാകാം. ഔലിയാക്കന്മാർ നടക്കലല്ല അവരെ പ്രത്യേകത, പറക്കൽ അവര് മോശവുമല്ല, വസ്ത്രം ധരിക്കലും ധരിക്കാതിരിക്കലുമല്ല. പിന്നെ അവരെ ധരിക്കൽ എന്താണ്? അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരെ ഖൽബിൽ അല്ലാഹു എന്ന ഫനായിലാണ് അവര്. അല്ലാഹ് എന്ന ചിന്തയിലാണ്. അവര് ലില്ലാഹി ബില്ലാഹ്, അവര് അല്ലാഹുവിനെ കൊണ്ട് ജീവിക്കുന്നവരും അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരുമാണ്. അവര് പറഞ്ഞത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഇരുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, നടന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, കിടന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, കല്യാണം കഴിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഭാര്യ ജിമാഅ ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഭക്ഷണം കഴിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, സംസാരിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, ചിരിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, സന്തോഷിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, കോപിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, എടുത്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഒഴിവാക്കിയത് അല്ലാഹുവിന് വേണ്ടിയാണ്. ധനാഢ്യനായത് അല്ലാഹുവിന് വേണ്ടിയാണ്, ദരിദ്രനായത് അല്ലാഹുവിന് വേണ്ടിയാണ്. രണ്ടും അങ്ങനെയാ. നടന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, പറന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ധനാഢ്യനായത് അല്ലാഹുവിന് വേണ്ടിയാണ്, ദരിദ്രനായതും അല്ലാഹുവിന് വേണ്ടിയാണ്. എന്തോ അങ്ങനെയാണ്. ദരിദ്രനായത് അല്ലാഹുവിന് വേണ്ടിയാണ്, ധനാഢ്യനായത് അല്ലാഹുവിന് വേണ്ടിയാണ്. അത്യാവശ്യമൊക്കെ നിഅമത്തുള്ള ആളായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. ജീവിതത്തിൽ നിഅമത്ത് തീരെ കുറഞ്ഞ് അനുഭവിച്ച ആളാണ് സയ്യിദുനാ ഈസ. നിഅമത്തുള്ള ആളാണ്, ജീവിക്കാൻ മാത്രമൊക്കെ നിഅമത്തുള്ള നബിയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ മലക്കുകൾ കയറി വന്നപ്പോ ഒരു മൂരിക്കുട്ടനെ അർത്ഥത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു മൂരിക്കുട്ടനല്ലേ 4 ആൾക്ക് വേണ്ടി അർത്ഥത്. ഈ ഗൾഫും പൈസയും സൗകര്യം ഒക്കെ ഉള്ള കാലത്ത് നമ്മളെ നാട്ടിലേക്ക് 4 ആൾ കയറി എന്നാൽ നമ്മൾ എന്താ പറയാ, ഒരു ഇറച്ചി കഴിഞ്ഞിട്ടുണ്ടാവും, 2 കിലോ ഇറച്ചി വാങ്ങിക്കും. വലിയ ആളാണെങ്കിൽ, നല്ല ആത്മത്വമായി ആണെങ്കിൽ 2 കിലോ ഇറച്ചി വാങ്ങും. അല്ലെങ്കിൽ ആണ്ടിപ്പെട്ടിന്ന് കൊണ്ടുവരുന്ന ഏതെങ്കിലും ചത്ത കോഴിയെ വാങ്ങിക്കൊണ്ടിട്ട് ഈ വിരുന്നുകാരനെ തീറ്റും. അല്ലെങ്കിൽ ഏകദേശമൊക്കെ ആവറേജ് ലുബ്ധന്മാരാണെങ്കിൽ ഒരു കളർ കളിക്കുക, വെള്ളം കൊടുത്തിട്ട് അതിഥികളുടെ വയറ് നാശാക്കും. 4 ആള് കയറി വന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്ത് ചെയ്തത്? ചിന്തിക്കണം. ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. ചുട്ടെടുത്ത മൂരിക്കുട്ടനെ അറുത്തിട്ട് ചുട്ടെടുത്ത് കൊടുത്തു സയ്യിദുനാ ഇബ്രാഹിം. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നിങ്ങളും ഞാനും ഇത് ചിന്തിക്കണം. സയ്യിദുനാ ഇബ്രാഹിം വരെയൊക്കെ 4 ആൾ കയറി വന്നു. സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, സയ്യിദുനാ ഇസ്രാഫീൽ, പിന്നെ വേറൊരു മലക്കും. അങ്ങനെ 4 മലക്കുകൾ അലൈഹിസ്സലാത്തു വസ്സലാം അവർ കയറി വന്നു സയ്യിദുനാ ഇബ്രാഹിം
ഫമാ ലബിസ അൻ ജാഅ ബിഅജ്ലിൻ ഹനീൻ. ഒരു മൂരിക്കുട്ടനെ അറുത്തിട്ട് ചുട്ടിട്ട് തളികയിലാക്കി കൊടുത്താൻ കൽപ്പിച്ചു. അതങ്ങനെ തന്നെ കൊടുത്തു സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു മൂരിക്കുട്ടൻ അറുത്തിട്ട് തളികയിലാക്കി കൊടുത്തു. ചിന്തിക്ക്, നാലാള് കയറി വരുമ്പോഴത്തേന് മൂരിക്കുട്ടൻ അറുത്തിട്ട് കൊടുക്കണമെങ്കിൽ നിഅമത്തില്ലേ? നിഅമത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിഅമത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. വലഖദ് ആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. വലഖദ് ആതൈനാഹു ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെ ഹസനത്ത് ഞാൻ ഇബ്രാഹിമിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. റബ്ബന ആതിനാ നമ്മൾ ദ്വാരക്കുന്നത്. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് വആതൈനാഹു, നാം ഇബ്രാഹിമിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. സയ്യിദുനാ ഇബ്രാഹിം കമ്മിണ്ടോ? കമ്മില്ല. നിഅമത്തൊക്കെ ഉണ്ട്, അത്യാവശ്യം നിഅമത്തൊക്കെ ഉള്ള ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. സുഖവും സൗകര്യവുമാണെങ്കിൽ പറയുകയും വേണ്ട. 99 വയസ്സുള്ള കിളവിയായ ഭാര്യയും അതിസുന്ദരിയ. മറ്റൊരു ഭാര്യക്ക് 20 വയസ്സിൽ താഴെയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ആ പെണ്ണാകട്ടെ ഖിബ്തികളിൽ അതിസുന്ദരിയായ അടിമ പെണ്ണാണ്. ഇങ്ങനെയൊക്കെ അനുഭവിച്ച് ജീവിച്ച മനുഷ്യൻ 2ാം സ്ഥാനത്താണ്. പെണ്ണിന്റെ ചൂലടിക്കാതെ പോയ ആള് 4ാം സ്ഥാനത്തുമാണ്. ദാരിദ്ര്യം, പെണ്ണിന്റെ വാസന പോലും അറിയില്ല. സ്വന്തം ഉമ്മാന്റെ വാസന അല്ലാത്തൊരു വാസന ഈസാ നബിക്ക് അറിയില്ല. സയ്യിദ്നാ ഈസാ, ഉറക്കപ്പറ സയ്യിദ്നാ ഈസാ. സുഖത്തിന്റെ നിഅമത്തിന്റെ കാര്യം പറയും വേണ്ട. ആകണ്ടായിരുന്നതിൽ പാത്രമായിരുന്നു. ഒരു വെള്ളത്തടാകത്തിൽ ഇറങ്ങിയിട്ട് കൈക്കുമ്പിളിൽ വെള്ളം കുടിച്ചപ്പോൾ ഈ പാത്രം എനിക്ക് ഏറെയാണല്ലോ എന്ന് തോന്നിയിട്ട് ഫതസദ്ദഖ ബിഹി, ആ പാത്രവും ദാനം ചെയ്തു ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഈസാ. അഫ്ഖറുന്നാസി ഈസാ, ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രൻ സയ്യിദ്നാ ഈസാ. അള്ളാന്റെ കോടതിയിൽ ഒരു ഫക്കീറിനെ കൊണ്ടുവരുമ്പോ ഫക്കീർ എന്നോട് അള്ളാഹ് ചോദിക്കും, ഇജെന്താ എനിക്ക് ആരാധിക്കാഞ്ഞു, എന്നെ പറ്റി മോശമാണല്ലോ എന്റെ റിക്കാർഡ്. അപ്പോൾ പറയും ജഅൽതനീ ഫഖീറൻ, ജിന്ന ഫഖീറാക്കിയില്ലേ പഠിച്ചോനെ. പിന്നെ എനിക്ക് എന്റെ കുട്ടികൾക്ക് തെണ്ടിക്കാനും തെണ്ടിപ്പോകാനും അല്ലേ നേരം കിട്ടിയുള്ളൂ. എനിക്ക് എങ്ങനെയാണ് പഠിച്ചോനെ ഇബാദത്ത് എടുക്കാൻ നേരം കിട്ടുക? ജിന്ന ഫഖീറാക്കിയിട്ട് പിന്നെ എന്ത് ചോദ്യ പഠിച്ചോനെ ഈ ചോദിക്കണത് എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ റബ്ബിന്റെ കോടതിയിൽ ഈ ഫഖീർ അള്ളാഹിനോട് പറയും. അപ്പൊ അള്ളാഹിന്റെ തിരിച്ചു ചോദ്യം, ഞാൻ എന്നെ ഫഖീറാക്കിയത് കൊണ്ടാണോ നീ ഇബാദത്ത് എടുക്കാതിരുന്നത്? ഫഖീറോ ഹൽ കുൻത അഫ്ഖറ മിൻ ഈസാ? മനസ്സിലായില്ല? ഹൽ കുൻത അഫ്ഖറ മിൻ ഈസാ, ഈസാനേക്കാളും വലിയ ഫഖീറായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കും അല്ലാഹു തആല. അപ്പൊ ലോകം കണ്ട ഫഖീറാണ് ആര്? സയ്യിദ്നാ ഈസാ. ഒന്നുമില്ല കയ്യിൽ, 10 പൈസ ഇല്ലാത്ത ദരിദ്രനാണ് സയ്യിദ്നാ ഈസാ. അഫ്ഖറുൽ അംബിയ ഈസാ. പിന്നെ ഫഖീറുമാണ്, സുഖമില്ല. ഞാൻ പറഞ്ഞില്ലേ 33-ാമത്തെ വയസ്സിൽ ഉയർത്തപ്പെട്ടു സയ്യിദ്നാ ഈസാ. പെണ്ണ് കെട്ടിയിട്ടില്ല. നമ്മളെ സർക്കാരിന്റെ നിയമം അനുസരിച്ച് 22-ൽ പെണ്ണിട്ടാലോ. ഇത് 33-ാമത്തിൽ ഉയർത്തപ്പെടുന്നത് വരെ പെണ്ണിട്ടിട്ടില്ല സയ്യിദ്നാ ഈസാ. അതായത് ഉമ്മാന്റെ ചൂരല്ലാത്തൊരു ചൂര് ഈസാ നബിക്ക് അറിയില്ല സയ്യിദ്നാ ഈസാ. എന്നിട്ട് 4-ാം നമ്പർ. ഇതൊക്കെ അനുഭവിച്ച ആള് 2-ാം നമ്പർ. അപ്പോൾ വിലായത്തിന്റെ അടിസ്ഥാനം സുഖം അനുഭവിക്കലും അനുഭവിക്കാതിരിക്കലും അല്ല. അതൊക്കെ മനുഷ്യന്റെ വിട്ടിത്തരാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പടച്ചോൻ നമുക്ക് ബോധം തരട്ടെ. അത് നല്ല കാര്യം അള്ളാഹ്ക്ക് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. വളരെ ചിന്തിക്കണം. പിന്നെയോ സ്വന്തത്തില് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഭയങ്കര പാടല്ലേ? ഇതിലൊക്കെ പാടില്ലെങ്കിൽ എന്തിനാ പിന്നെ പാടുള്ളത്? ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഒന്നുമല്ല കണക്ക് കിടക്കുന്നത്. മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലാണ് അബ്ദു മഅബൂദ് അബ്ദിനെ സ്വീകരിക്കുക.
അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധത്തിൽ അബ്ദ് ഒന്നുമല്ലാന്ന് മഅബൂദിന് തോന്നണം. അല്ല, മഅബൂദിന് അത് തോന്നണമെങ്കിൽ അബ്ദിന് തോന്നണം. അല്ല, ചിന്തിക്കണം. മഅബൂദ് തെരഞ്ഞെടുത്താലേ അബ്ദിന് അങ്ങനെ തോന്നുകയുള്ളൂ. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. അബ്ദിനെ ഞാൻ മോശപ്പെട്ടവനാണ് തോന്നണമെങ്കിൽ മഅബൂദ് അബ്ദിനെ തെരഞ്ഞെടുക്കണം. അല്ലാതെ ഒരു വലിപ്പത്തരവില്ല, ഒരു വലിപ്പത്തരവില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരെ മഹത്വം, അത് അരീംബർ അബൂബക്കർ മുസ്ലിയാരെ മഹത്വം എന്താ? അവരുടെ നിസ്സാരത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ മഹത്വം, അവരുടെ നിസ്സാരത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അത്തിപ്പറ്റ മേടിയൻകുട്ടി മുസ്ലിയാരെ മഹത്വം, അവരുടെ നിസ്സാരത്വത്തിലേക്ക് മടങ്ങിച്ചെന്നു, ഇറങ്ങിച്ചെന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാത്ത കുമുലി, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, യാ അല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. മൻ സർറഹു അയതമസല ലഹു നാസു ഖിയാമൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ഒരു മനുഷ്യൻ ജനങ്ങളൊക്കെ അവൻ വരുമ്പോ എണീറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി വന്നാൽ എണീക്കണ്ടേ? നബി വന്നാൽ സ്വഹാബികൾ എണീറ്റില്ലേ? നബി വന്ന സ്വഹാബികൾ എണീറ്റല്ലോ. നബി എന്ത് പറഞ്ഞു? എനിക്ക് വേണ്ടി എണീക്കരുത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. മുത്തുനബി എന്താ പറഞ്ഞത്? മുത്തുനബി പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്. എന്നാൽ ബുദ്ധിമാന്മാരായ സ്വഹാബികൾ ഹബീബിന് വേണ്ടി എണീറ്റവരല്ലേ? ചിന്തിക്കണം. ഏറ്റവും വലിയ മഹാനല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരാരാണ്? അവർ രണ്ടിന്റെ ഹാമിലാണ്. ഒന്ന് ഹാമിലുൽ ഖുർആൻ, രണ്ട് ഹാമിലുൻ അലൈഹി റസൂലില്ലാഹ്. രണ്ട് കാര്യത്തിന്റെ ഹാമിലാണ്, രണ്ട് കാര്യത്തിന്റെ വാഹകനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്ന് ഹാമിലുൽ ഖുർആൻ, ഒന്ന് ഖുർആൻ വഹിച്ച ആളാണ്. രണ്ടും ഹാമിലുൻ അലൈഹി റസൂലില്ലാഹ്, മുത്ത് റസൂലുള്ളാഹിന്റെ രണ്ട് ചെരുപ്പും ഏറ്റി നടന്ന ആളാണ് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്നെ ബഹുമാനിച്ചൊന്നും ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് രണ്ട് അർത്ഥമാണ്. റസൂൽ അങ്ങനെ പറയൂ, മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് തോന്നാണ് എനിക്ക് വേണ്ടി ജനങ്ങൾ കോലം കെട്ടി എണീക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ അവൻ നരകത്തിൽ അവന് സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ വരുമ്പോൾ സാലിഹായ മനുഷ്യനെ, ഒരു ആലിമ വരുമ്പോൾ നമ്മൾ എണീക്കണ്ടേ? നമ്മൾ എണീക്കണം. പക്ഷെ അയാളെ നഫ്സിൽ അങ്ങനെ തോന്നാൻ പാടില്ല. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, അത് സ്റ്റേജുകളിൽ സ്ഥിരമായി കേൾക്കുന്ന വർത്തമാനങ്ങളാണ്. അതൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത് കേൾക്കുന്ന മനുഷ്യനെ അത് നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ചിന്തിക്കണം. ഇന്ന് വേദികളെല്ലാം നശിപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് ഇനി ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പാടില്ല. 3/4 ഭാഗവും 99 താടിരോമം നരച്ചിട്ട് ഇനി ആരെയാണ് പൊരുത്തപ്പെടിക്കാനുള്ളത്? മനുഷ്യന്മാരെ, അള്ളാഹനെല്ലാവരും ഉള്ളിലേക്ക് പേക്കാക്കേണ്ട നേരമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ കുറെ ആളുകളെ ബഹുമാനിച്ച് നടന്നിട്ടൊന്നും എനിക്ക് കാര്യമില്ല. അടിയിൽ പേക്കിങ്ങിലേക്ക് പോകാനുള്ള നേരമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.